അങ്ങനെയുള്ള പരിമിതികളുണ്ടോ സംസ്ഥാന സർക്കാരിന്? ശ്രീ രാംദാസ്. അതിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, അതായത് നമ്മുടെ ഈ വയനാട്ടിൽ ഈ ആഗോള താപനം അല്ലെങ്കിൽ കാലാവസ്ഥാ മാറ്റത്തിന്റെ ഭാഗമായി നമ്മൾ നല്ല കൃഷിസ്ഥലമായിരുന്ന ഈ കൃഷിഭൂമി ആയിരുന്നു, അത് പിന്നീട് ടൂറിസത്തിന് വഴിമാറുകയാണ്. അത് ഗവൺമെന്റ് വളരെ പർപ്പസ്ഫുള്ളി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ വ്യാപകമായ തോതിലുള്ള ടൂറിസം അല്ലെങ്കിൽ വിനോദസഞ്ചാര വികസന പദ്ധതികൾ അവിടെ ഉണ്ടായി. ഇതും യഥാർത്ഥത്തിൽ ഈ വന്യജീവി മനുഷ്യ സംഘർഷം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. കാടിന്റെ ഉള്ളിൽ മുഴുവനും ഒരു നിയന്ത്രണവും ഇല്ലാതെ, കാടിന്റെ ഉള്ളിലല്ല, കാടിന്റെ അരികുകളിലൊക്കെ നിരവധി റിസോർട്ടുകളാണ്. നമ്മൾ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിലും പരിസര പ്രദേശത്തും നമ്മളത് കണ്ടു. ഒരു നിയന്ത്രണവും ഇല്ലാതെ പ്രകൃതിയെ ക്രൂരമായി ഉപയോഗിച്ചുകൊണ്ടുള്ള ടൂറിസം വികസനമാണ് നടന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു 500ഓളം മനുഷ്യർ നമ്മളുടെ മുന്നിൽ നിന്ന് ഒരു ദിവസം നമ്മളുടെ കൺമുമ്പിൽ നിന്ന് നമ്മളെ കൂടെ കിടന്നുറങ്ങിയ മനുഷ്യർ ഒഴുകിപ്പോയിട്ട് പിറ്റേ ദിവസം, അടുത്ത ദിവസം മുതൽ നമ്മളുടെ ടൂറിസം വകുപ്പ് മന്ത്രിയും മറ്റ് പ്രതിപക്ഷത്തിന്റെ MLA ഒക്കെ ചേർന്നിട്ടാണ് ഈ അവിടുത്തെ ടൂറിസം തിരികെ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണോ സാർ ഇതിന്റെ പരിഹാരം എന്ന് പറഞ്ഞത്? ഈ യഥാർത്ഥത്തിൽ ഈ മണ്ണിനെ സംരക്ഷിച്ചത്, ഇവിടുത്തെ ഈ നാട്ടിലെ മനുഷ്യർക്ക് ഭക്ഷണം ഉണ്ടാക്കിയ കർഷകർ എന്ന് പറയുന്ന വിഭാഗത്തെ, കൃഷിയെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു നടപടി ഉണ്ടായില്ല. നമുക്ക് ടൂറിസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പരിഗണനകളാണ് സാർ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ എന്താണ് പരിഗണന നൽകുന്നത്? ഈ വയനാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ പറയുന്ന മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ആണ്. ആർക്കും അറിയാത്തതല്ല. പക്ഷെ എത്രമാത്രം പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഈ വികസനത്തിനായി ചെലവഴിക്കുന്ന, അല്ലെങ്കിൽ പദ്ധതികളുടെ നടത്തിപ്പിനായി ചെലവഴിക്കുന്ന പണത്തിൽ എത്ര ശതമാനം ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നുണ്ട്? നിങ്ങൾ ആലോചിച്ചോട്ടെ, ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള പരിഗണനയാണ് ഇതിന് കിട്ടുന്നത്. ഇതിൽ നമ്മൾ മാറ്റം വരുത്തിയേ പറ്റുള്ളൂ. നമ്മൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പിന്നെ നേരത്തെ പാനലിസ്റ്റിന്റെ പറഞ്ഞു ഇവിടെയുള്ള കടുവയെ കുറിച്ച് മറ്റെടുത്ത്, അങ്ങനെ എങ്ങനെ സാധ്യമാവുന്നു? ഈ കടുവ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ജീവികളാണത്. ആ ജീവികൾക്ക് അവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മനുഷ്യൻ അങ്ങനെയാണോ? നമ്മൾ അതുകൂടി പരിഗണിക്കേണ്ടത്. നമ്മൾ യഥാർത്ഥത്തിൽ ഇതിന്റെ റിയൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ തുറന്ന മനസ്സോടുകൂടി നമ്മൾ ഇടപെടേണ്ടതുണ്ട്. ആർക്കാണ് ഇവിടെ പഠിച്ചത്? നമ്മളെ ഗവൺമെന്റ് നടപടികൾ മുഴുവനും പാഴാണ്. മുഴുവനും യഥാർത്ഥത്തിൽ ഈ പറയുന്ന നമ്മുടെ പ്രകൃതി വിരുദ്ധമാണ് പല നടപടികളും. അതുപോലെ തന്നെയാണ് നമ്മളെ ഇപ്പൊ ഞാൻ പറയാം, വനം വകുപ്പ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടുത്തെ വനം വകുപ്പിന് അറിയുമോ ഇവിടുത്തെ റിയൽ ആയിട്ടുള്ള പ്രശ്നത്തെ ഈ കാടിനരികിൽ ജീവിക്കുന്ന മനുഷ്യരുമായിട്ട് എങ്ങനെയാണ് ഈ പറയുന്ന ഒരു വലിയ ശത്രുതയിൽ ഇവർ എത്തിപ്പെടുന്നത്? അവരെ വിശ്വാസത്തിലെടുക്കാതെ, ഈ കാടിനരികിൽ താമസിക്കുന്ന മനുഷ്യരെ വിശ്വാസത്തിലെടുക്കാതെ എങ്ങനെയാണ് നമുക്ക് വനത്തെ സംരക്ഷിക്കാൻ പറ്റുക? ഈ കാടും നാടും തമ്മിലുള്ള ഈ പ്രശ്നത്തെ ഈ മനുഷ്യരോട് സംസാരിക്കണ്ടേ? എന്താണ് ഇവിടുത്തെ റിയൽ ചിത്രം? ഈ പറയുന്ന ഈ വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷത്തിന്റെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് ഇതുവരെ ഒരാൾക്ക് പഠിക്കാൻ പോലും തയ്യാറായിട്ടില്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പോ രാധ എന്ന് പറയുന്ന സ്ത്രീയുടെ മരണം അതിദാരുണമാണ്. അതായത് ഈ പറയുന്ന ഈ ഗവൺമെന്റിന്റെ തെറ്റായ നടപടികൾ, അല്ലെങ്കിൽ നമ്മുടെ വികസനത്തിലെ നമ്മുടെ തെറ്റായ കാഴ്ചപ്പാടുകൾ, നിലപാടുകൾ, ഇതിന്റെ ഇരകളായി മാറുന്നത് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. ഇവിടെയാണ് പ്രശ്നം. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് വയനാട്ടിലെ കൃഷി അപ്രത്യക്ഷമാവുക എന്ന് പറഞ്ഞാൽ വയനാട് ഇല്ലെന്നാണ്. ഈ ഇല്ലാത്ത വയനാട്ടിലേക്കാണ് നമ്മൾ ടൂറിസ്റ്റുകൾ ക്ഷണിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി നടത്തിയിട്ടുള്ള ഒരു പ്രചരണം ഉണ്ടായിരുന്നു, വയനാട്ടിൽ തിരികെ കൊണ്ടുവരാൻ. ആ രീതിയിൽ വയനാട്ടിൽ തിരികെ വരണം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും എങ്ങോട്ടാണ് നമ്മൾ തിരികെ വിളിക്കുന്നത്? വയനാട് സുരക്ഷിതമാണെന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് പോലും, ഇവിടെ എത്രയോ കാലങ്ങളായി ജീവിക്കുന്ന ആദിവാസികളായിട്ടുള്ള ഇന്നിപ്പോ കൊല്ലപ്പെട്ടത് അങ്ങനത്തെ ആ വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യരാണ്. നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് എന്താണ് പരിഹാരം? നമ്മൾ ഈ പൈസ കൊടുത്താൽ തീരുന്നതാണോ പ്രശ്നം എന്ന് പറയുന്നത്? ഇവിടെ ഒരു മനുഷ്യനെ ജീവിക്കുക എന്നുള്ളത്, അതായത് ഒരു സ്റ്റേറ്റിന്റെ ചുമതലയാണ് സാർ ഒരാളുടെ ജീവന് സ്വത്ത് സംരക്ഷിക്കുന്നത്. അതിന് എന്ത് ചെയ്തു? നമ്മൾ ഈ നഗരങ്ങളിലെ വികസനത്തെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതിയോ? ഈ പാവപ്പെട്ട മനുഷ്യന്റെ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കട്ടെ, അവിടെ ജീവിക്കാനുള്ള റൈറ്റിനെ കുറിച്ച് സംസാരിക്കട്ടെ. ഈ പറയുന്ന രാധ എന്ന് പറയുന്ന സ്ത്രീ ഇങ്ങനെ കൊല്ലപ്പെടണമെങ്കിൽ അതുണ്ടാക്കിയ സാഹചര്യം എന്താണെന്ന് പഠിക്കും. ഇത് ആദ്യത്തെ സംഭവം അല്ല സാർ. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, എന്റെ അഭിപ്രായത്തിൽ ഇവരുടെ പാനലിസ്റ്റുകളായിട്ടുള്ള വലിയ സ്വാധീന ശക്തിയുള്ള ആളുകളാണ്. അവരിത് മനസ്സിലാക്കേണ്ടതാണ്. ഇതാരാണ് ഇതിന്റെ യഥാർത്ഥത്തിൽ ഇതിന്റെ ഉത്തരവാദിത്വം നമുക്കൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോഴും ഇതിലിപ്പോഴും നമുക്ക് ചില വഴികളൊക്കെ അല്ലേ നമ്മളെ മുന്നിൽ ഈ മനുഷ്യരെ കാണാൻ? അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണ്ടേ? വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് അത്, രാംദാസ്.